ഇന്നിപ്പോൾ ഒരു ദിവസം അവസാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വാർത്തായാത്ര തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഒന്നിച്ചുള്ള യാത്രയാണ്. പ്രേക്ഷകരെല്ലാവരും കൂടി ചേർന്ന് ഒത്തുപിടിച്ചുള്ളൊരു യാത്ര. അപ്പോൾ തുടക്കം തൊട്ടേ പറയാറുണ്ട്, പ്രേക്ഷകർക്കറിയാം ഈ 24 സ്ക്രീനിൽ തത്സമയം എത്താനുള്ള അവസരം കൂടിയാണ് ഗുഡ് നൈറ്റ് ഷോ. കുടുംബസമേതമോ സുഹൃത്തുക്കൾക്കൊപ്പമോ എല്ലാവരും ചേർന്നൊക്കെ നമ്മുടെ ഷോയിൽ ജോയിൻ ചെയ്യാം. ഇതാ നോക്കൂ, ഈ സ്ക്രീനിൽ കാണുന്ന ഈ സൂം ലിങ്ക് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക. നേരെ നിങ്ങൾ നമ്മളുടെ 24 സ്ക്രീനിലേക്ക് കണക്ട് ചെയ്യപ്പെടും. അപ്പോൾ സൂം കോൾ ചെയ്താൽ നേരെ നമ്മുടെ ഷോയിലേക്ക് എത്താം. വിശേഷങ്ങൾ നേരിട്ട് പങ്കുവെക്കാം, നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, സംവദിക്കാം, ചോദിക്കാം, പറയാം. അങ്ങനെ ചോദിച്ചും പറഞ്ഞും ഇങ്ങനെ ഈ ഗുഡ് നൈറ്റ് ഷോയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു യാത്ര പോകാം. 24 ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെയും ഈ QR കോഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, പെട്ടെന്നാവട്ടെ, സ്കാൻ ചെയ്യൂ, നേരെ പോരട്ടെ നമ്മുടെ സ്ക്രീനിലേക്ക്. അപ്പൊ പ്രേക്ഷകരെ കാത്താണ് ഞങ്ങളും ഇരിക്കുന്നത്. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കുള്ള കിടക്കാം അല്ലേ? ഇന്നത്തെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ, ഇന്നത്തെ ചില സ്ഫോടനാത്മകമായ വാർത്തകൾ, ഉച്ചയ്ക്ക് ശേഷം വന്ന ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്കാണ്. ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും. ഓം പ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും എത്തിയെന്ന് കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നും ഓം പ്രകാശിനെ അറിയില്ല എന്നുമാണ് പ്രയാഗ മാർട്ടിൻ പറഞ്ഞത്. താരങ്ങളെ ഹോട്ടലിൽ എത്തിച്ച എളമക്കര സ്വദേശിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിൽ ഓം പ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട്. കൊക്കൈൻ കൈവശം വെച്ചതിന് ഇന്നലെയാണ് എറണാകുളത്തെ ആഡംബര ഹോട്ടലിൽ നിന്ന് ഓം പ്രകാശിനെ പിടികൂടിയത്. ഓം പ്രകാശ് താമസിച്ചിരുന്ന റൂമിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന് കൊച്ചി DCP KS സുദർശൻ. ഇവർക്ക് പുറമെ 20-ലധികം പേർ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു. പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളടക്കമുള്ള വസ്തുക്കളുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിന് ശേഷം ഇവരെ ആരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടി ഇവിടെ വന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായിരിക്കും. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവരെ ചോദ്യം ചെയ്യുന്നതും മറ്റ് നടപടികൾ. കൊച്ചിയിൽ നടന്ന DJ പരിപാടിയിൽ ലഹരി കൈമാറ്റത്തിനെത്തിയതാണ് ഓം പ്രകാശ് എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഗുണ്ടാ നേതാവ് ലഹരി ഉപയോഗിച്ചത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഇതോടെയാണ് ഒന്നാം പ്രതി ഷിഹാസിനും ഓം പ്രകാശിനും ജാമ്യം ലഭിച്ചത്. നിലവിൽ കസ്റ്റഡി ആപ്ലിക്കേഷനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം അത് തന്നെയാണ്. പക്ഷേ അത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളൊന്നും കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. കൊക്കൈൻ അടങ്ങുന്ന പാക്കറ്റ് കണ്ടെത്തിയെന്നാണ് പറഞ്ഞേക്കുന്നത്. സിപ്പ് ലോക്ക് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനകത്തുനിന്ന് കൊക്കൈൻ കിട്ടുകയോ അതിൻ്റെ ക്വാണ്ടിറ്റി പോലും കസ്റ്റഡി ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ഹോട്ടലിൽ എത്തിച്ച എളമക്കര സ്വദേശി ബിനു ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. നേരത്തെ ലഹരി കേസുകളിൽ പിടിയിലായിട്ടുള്ള ആളാണ് ബിനു. കൊച്ചിയിൽ നടന്ന DJ പാർട്ടി കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് വിവരം. ലഹരി മാഫിയയും സിനിമാക്കാരുമായുള്ള ബന്ധം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പരാമർശിക്കുകയും ചർച്ച ശക്തമാവുകയും ചെയ്യുന്നതിനിടയിലാണ് യുവതാരങ്ങൾ നൊട്ടോറിയസ് ക്രിമിനലായ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചത്. ഇതിൽ വിശദമായ അന്വേഷണം സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്ന് നിഖിൽ നിലയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. കൊച്ചിയിലെ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നമ്മൾ സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി വാർത്തകൾ ഉണ്ട്, അതെ, ലഹരി ഉണ്ടാകും, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ നൽകിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കൊച്ചി നഗരത്തിൽ സമാനമായ രീതിയിലുണ്ട്. വന്ന സമയത്ത് പോലും അതിൽ ഈ ലഹരി ഉപയോഗം, സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെ പറ്റിയുള്ള പരാമർശമുണ്ട്. അതിൽ അന്വേഷണം വേണമെന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ ശക്തിയുക്തം വാദിച്ചിരുന്നു. അപ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ ഈ കേസിലെ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം ഒരുപക്ഷെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഇടയാക്കുമെന്ന് തോന്നുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്കാണ് കടക്കുന്നത്. മുഖ്യമന്ത്രിയോട് ഇടഞ്ഞ ശേഷം PV അൻവർ ആദ്യ പൊതുസമ്മേളനം നടത്തിയ മലപ്പുറം ചന്തക്കുന്നിൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPIM. PV അൻവർ വർഗശത്രുവെന്ന വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ കുറ്റപ്പെടുത്തി. PV അൻവർ ശ്രമിക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ കയ്യടി വാങ്ങാനാണെന്നും A വിജയരാഘവന്റെ ആരോപണം. വിവാദങ്ങൾക്കിടെ PV അൻവർ നാളെ നിയമസഭയിലെത്തും. പ്രതിപക്ഷ നിരയിലാകും ഇരിപ്പിടം. പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കിന് പ്രവർത്തകരെ ചന്തക്കുന്നിൽ അണിനിരത്തിയാണ് CPIM അൻവറിന് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിക്കും പോലീസിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഉദ്ഘാടകനായ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ.
കമ്മ്യൂണിസ്റ്റുകാർ നല്ല നിലയിൽ ചിന്തിക്കുകയാണ്. എന്ത് നല്ല നിലയിൽ കാര്യങ്ങൾ നടന്നു പോകണം, സമാധാനം പോകണം, കാര്യം പോകണം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ചിലരെങ്കിലും നമ്മൾ നാട്ടിലുണ്ട്. മനസ്സിലായ നിങ്ങൾ? അവരുടെ കയ്യടി കിട്ടുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാർ നടത്താറില്ല. ആ പ്രവർത്തനമാണ് ആര് നടത്തിയത്? PV അൻവർ നടത്തിയത്. തൃശൂരിൽ സുരേഷ് ഗോപിയെ സഹായിച്ചത് കോൺഗ്രസും ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ ജാതിമത സംഘടനകളും. സുരേഷ് ഗോപിയും ഭാര്യയും രാവിലെ പള്ളിയിൽ പോയി പാടുകയായിരുന്നുവെന്ന് A. വിജയരാഘവന്റെ പരിഹാസം. ക്രിസ്ത്യൻ പള്ളിയിലേക്കല്ലേ നമ്മളെ BJP സ്ഥാനാർത്ഥിനെ വിളിച്ചു വരുത്തി കൊണ്ടുപോയത്? തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ രാവിലെ പാട്ട്. വലത്തു ഭാഗത്ത് സുരേഷ് ഗോപി, ഇടത്ത് ഭാഗത്ത് സുരേഷ് ഗോപിയുടെ ഭാര്യ, രണ്ടാളും കൂടി പള്ളിയിൽ പാട്ട് പാടുന്നത് നമ്മളെല്ലാവരും കണ്ടില്ലേ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് മുന്നിൽ CPIM കീഴടങ്ങില്ലെന്ന് പറഞ്ഞ A. വിജയരാഘവൻ മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു. കേരള ഗവൺമെന്റിന് അതിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ അതിൻ്റെ അടിവേറുക്കുന്നതിന് വേണ്ടി കളവ് കൊണ്ട് ഞങ്ങൾ ശ്രമിച്ച് ജയിക്കും എന്നുള്ള പ്രഖ്യാപനവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ, വർഗീയവാദികൾ, നാടിൻ്റെ താല്പര്യത്തിനെതിരായി നിൽക്കുന്നവർ, അവരുയർത്തുന്ന വെല്ലുവിളിയെ മുഖാമുഖം നേരിട്ടുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കീഴടങ്ങിയില്ല എന്ന കാര്യമാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒഴിവാക്കിയപ്പോൾ ചെന്നൈയിലേക്ക് പോയ അൻവറിനെ DMKയും ഒഴിവാക്കിയെന്ന് TK ഹംസ പരിഹസിച്ചു. ലീഗിനും വേണ്ട, കോൺഗ്രസിനും വേണ്ട, നമ്മളെ വിട്ടും ചെയ്തു. അപ്പോഴാണ് മേപ്പെട്ട് പൊന്തിയത് മധുരാജിക്ക്. മധുരാജി ചെന്ന് DMKനെ കണ്ടപ്പോൾ DMK അവിടുന്ന് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളും സഖ്യകക്ഷികളാണ്, ഇവിടെ വേറെ എല്ലാ സ്ഥലത്തും ഇവിടെ എന്നെ കയറ്റൂല, പുറത്തുനിന്ന് പറഞ്ഞു. PK സൈനബ, CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവാദങ്ങൾക്കിടെ PV അൻവറിന്റെ വീട് സന്ദർശിച്ച് വാർത്തകളിൽ നിറഞ്ഞ നിലമ്പൂർ ആയിഷയെയും CPIM വേദിയിലെത്തിച്ചു. 24 മലപ്പുറം. അപ്പൊ അങ്ങനെ അതേ ചന്തക്കുന്നിൽ PV അൻവർ സംഘടിപ്പിച്ച പരിപാടിക്ക് മറുപടിയുമായി, അല്ലെങ്കിൽ PV അൻവറിന്റെ ഈ ദിവസങ്ങളിൽ അത്രയും ആരോപണങ്ങൾക്കൊരു പൊതു സമ്മേളനം വിളിച്ച് അതും പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് എന്ന് CPM ബോധ്യമുണ്ട്. അത് മാറ്റാൻ വേണ്ടി കൂടി ഇനി പ്രതിരോധത്തിന്റെ വഴി എന്ന് പറയുക കൂടിയാണ് CPM. അപ്പോൾ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് എന്തായാലും പാർട്ടി കടക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും പാർട്ടിയുടെ വിശദീകരണ യോഗങ്ങൾ ഉണ്ടായേക്കാം, തീർച്ചയായിട്ടും ക്ലാരിറ്റി വരുത്തിയേക്കാം. മറ്റൊരു റിപ്പോർട്ട് അല്ലേ? മലപ്പുറത്ത് നിന്ന് തന്നെയുള്ള വാർത്ത, അല്ലെങ്കിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള വാർത്തയാണ്. മലപ്പുറം പരാമർശത്തിൽ ഗവർണറുടെ ഇടപെടൽ. മുഖ്യമന്ത്രിയുടേതായി പുറത്തുവന്ന മലപ്പുറം പരാമർശത്തിൽ ചീഫ് സെക്രട്ടറിയെയും DGPയെയും ഗവർണർ വിളിപ്പിച്ചു. നാളെ വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നേരിട്ടെത്തി വിഷയം വിശദീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് പിടികൂടുന്ന സ്വർണവും ഹവാല പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പേരിൽ പുറത്തു വന്ന പ്രസ്താവന. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് വിശദീകരിച്ചെങ്കിലും അസാധാരണ നടപടിയിലൂടെ വിഷയം കടുപ്പിക്കാനാണ് ഗവർണറുടെ നീക്കം. ചീഫ് സെക്രട്ടറിയുടെയും DGPയുടെയും വിശദീകരണത്തിന് ശേഷം മറ്റു നടപടികളിലേക്കും രാജ്ഭവൻ കടക്കും. അപ്പോൾ നാളത്തെ പ്രധാനപ്പെട്ട വാർത്തയായി എന്തായാലും ഇടമെടുക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ നാളെ എന്തായാലും രാജ്ഭവനിൽ നേരിട്ടെത്തി ഇപ്പോഴും ആരാണ് ആ ഒരു മുഖ്യമന്ത്രി പറയാത്ത വാചകം എഴുതി ചേർത്തതെന്ന് സംബന്ധിച്ച് CPMന്റെ അന്വേഷണമില്ല. CPM അതിനെപ്പറ്റി അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്താൻ പോലീസോ മുഖ്യമന്ത്രിയോ ഒന്നും തയ്യാറാവുന്നില്ല. അവിടെയാണ് ഗവർണർ കയറി ഇടപെടുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ അല്ലെങ്കിൽ CPMനെതിരെ തന്നെ ഒരുപക്ഷെ ആയുധമായി ഗവർണർ ഉപയോഗിക്കുകയാണ്. അതെ, ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. നമ്മൾ ആ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഒപ്പം ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളുടെ ചില വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. നമ്മുടെ പതിവ് സെഗ്മെന്റ്സ് ഉണ്ട്, അതിലേക്കൊക്കെ വളരെ വേഗം തിരികെ എത്താം. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. അപ്പോൾ ഗൂഗിൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, പ്രജിൻ എവിടെ പോയി എന്ന്. പ്രജിൻ എங்கே പോയി എന്ന് രഞ്ജിനി ചോദിക്കുന്നുണ്ട്. രഞ്ജിനി എങ്കേയും പോയിട്ടില്ല, ചെറിയൊരു വോയിസ് റെസ്റ്റ് ആണ്. തുടർച്ചയായ പാട്ട് പാടിയോണ്ടാണെന്ന് അറിയില്ല. ഏതായാലും കൂടുതൽ മനോഹരമായ ശബ്ദഗംഭീരത്തോടെ ശക്തനായി തിരിച്ചു വരാൻ വേണ്ടി ഒരു പുലി പതുങ്ങുന്നത് എന്താ പറയാ, വീണ്ടും കുതിക്കാനാണെന്ന് പറയുന്ന പോലെ തിരിച്ചെത്തും പ്രജിൻ. പ്രജിൻ പോയോ എന്നൊക്കെയാണ് പ്രീത ചോദിക്കുന്നത്. പ്രജിൻ എവിടെയും പോയിട്ടില്ല, എങ്ങും പോയിട്ടില്ല, അങ്ങനൊന്നും ചിന്തിക്കേ വേണ്ട. അതെ, പ്രജിൻ ഇന്നും ഇല്ലേന്ന് മുഹമ്മദ് പറയുന്നു. അപ്പം പ്രജിൻ ഇല്ലെങ്കിൽ ഞാൻ ഇല്ല ഈ പരിപാടി കാണാൻ എന്നൊരു പ്രേക്ഷക പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അപ്പം തന്നെ മിനി ബാബു ചോദിക്കുന്നു, പ്രജിൻ എവിടെ ഗൂഗിൾ, ഇന്ന് ഏത് കവിതയാണ് ചൊല്ലുന്നത് എന്ന്. ഇന്ന് കവിത വേണം, എന്നും കവിതയൊക്കെ നിങ്ങൾക്കൊക്കെ ബോറടിക്കും. ഇന്ന് ഗോപ്രയാണെന്ന് ഷൈനി പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ് മുഴുവൻ അൻവറിന് വേണ്ടി പണിയെടുത്തിട്ട് ഇന്ന് CPMന്റെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് മലപ്പുറത്ത് നിന്നത്തെ CPMന്റെ മാത്രം നമ്മൾ ലൈവായി അത് ഫുൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പൊ ചേട്ടൻ അത് കാണാഞ്ഞിട്ടാണ് നമ്മുടെ 24 ചേട്ടൻ എന്ന് വന്നതാകുമെന്ന് കരുതുന്നു. ഏതായാലും നമ്മൾ കൃത്യമായ ആ വാർത്ത, ഇന്നത്തെ രണ്ടാമത്തെ വാർത്തയെ തന്നെ നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കിടക്കാം അല്ലേ? ഇനി മലപ്പുറത്ത് നിന്ന് തലസ്ഥാനത്തേക്ക്.
കയ്യാങ്കളിക്കും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള അതിരൂക്ഷ വാക്പോരുകൾക്കും സാക്ഷ്യം വഹിച്ച് നിയമസഭ അടിച്ചു പിരിഞ്ഞു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേർക്കുനേർ വെല്ലുവിളിക്ക് പിന്നാലെ അതിനാടകീയ സംഭവങ്ങളാണ് സഭയിൽ അരങ്ങേറിയത്. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചും ബാനർ ഉയർത്തിയും പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങളെ ബലം പ്രയോഗിച്ചാണ് വാച്ച് ആൻഡ് വാർഡ് നീക്കിയത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും പ്രതിപക്ഷ ബഹളത്തിൽ സഭ പിരിയുന്ന അപൂർവ നടപടിക്കും നിയമസഭ സാക്ഷ്യം വഹിച്ചു. സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കേണ്ടെന്ന തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ പ്രതിപക്ഷം എടുത്തിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളുടെ പട്ടിക മാറ്റിയതിനെ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധത്തിന് തുടക്കം. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചതിന് പിന്നാലെ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന സ്പീക്കറുടെ ചോദ്യം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ് നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡറുണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. മലപ്പുറം പരാമർശ വിവാദം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണനയ്ക്കെടുത്തു. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. സർ, ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാണ്. ഇതോടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം തിരിഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട LOP ഒരു മിനിറ്റ് പറയാം. വിട്ടുകൊടുക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല. നേതാക്കൾ തമ്മിൽ നേർക്കുനേർ പോര്. ബഹളത്തിനിടെ പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ കസേരയ്ക്കടുത്തേക്കെത്തി. സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായതോടെ അനുവദിച്ച അടിയന്തര പ്രമേയ ചർച്ച പോലും വേണ്ടെന്ന് വെച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 തിരുവനന്തപുരം. ഇപ്പോൾ നിയമസഭയിൽ നേർക്കുനേർ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അങ്ങനെ ആ അപൂർവ കാഴ്ചയും നമ്മളിന്ന് കണ്ടു. അതിശക്തമായാണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചത്. ചോദ്യോത്തര വേളയുടെ തുടക്കം മുതൽ ബഹളമായിരുന്ന സഭ പിരിയും വരെ ഇരുവരും വാക്പോര് തുടരുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ ആദ്യം വിമർശനം തുടങ്ങിയത് മുഖ്യമന്ത്രി. അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി മടങ്ങിയെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു. മറുപടി ഇങ്ങനെ: അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, VD സതീശൻ ആരാണ് എന്നതേക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. വിട്ടുകൊടുക്കാൻ പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല. ക്ഷുഭിതനായി മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് സർ, ഇവർക്ക് വേണ്ടത് LDFനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിനിടയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം സഭാ TV കട്ട് ചെയ്തു. സഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനമാണ് നടത്തിയത്. 24 തിരുവനന്തപുരം. അങ്ങനെ സഭയ്ക്കകത്ത് തീരുന്നതല്ല, സഭയ്ക്ക് പുറത്തേക്ക് വന്നു ഇന്നത്തെ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങൾ, വാക്പോര്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഓടിയ വഴിയിൽ പുല്ലുമുളച്ചിട്ടില്ലെന്നും പരിഹാസം. ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ലെന്ന് കോൺഗ്രസ് MLA സണ്ണി ജോസഫ് പ്രതികരിച്ചു. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതിനൊരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അതൊരു സംശയം വേണ്ട, ശ്രീ VD സതീശൻ അതിന് അർഹനായിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി VD സതീശൻ മാറിയിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് വേണ്ടി പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നു. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടുണ്ടാകും.
മുഖ്യമന്ത്രിയെ ഈ വിവാദങ്ങളിൽ നമുക്ക് ഏത് തരത്തിലും പിന്തുണയ്ക്കും, ഒപ്പം തന്നെ അദ്ദേഹത്തെ പ്രതിരോധിക്കുമെന്നൊക്കെ മുഹമ്മദ് റിയാസ് മുൻപ് തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമാണ് ഇത്തരം ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇന്നലെ രാത്രിയിൽ തന്നെ ഈ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം വിശദീകരിച്ചതാണ്. നാളെ സഭയിൽ കാണാം എന്നായിരുന്നു പറഞ്ഞു. പക്ഷെ ഇന്ന് മന്ത്രിമാർ എല്ലാവരും തന്നെ ഈ സഭയ്ക്ക് ശേഷം, ഈ സഭ അടിച്ചു പിരിഞ്ഞ ശേഷം പി രാജീവും കെ രാജനും എം പി രാജേഷും ഒക്കെ പ്രതികരണം നടത്തിയിരുന്നു. ഒരുപാട് നീണ്ട നേരം അവരുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഏതായാലും ഭരണപക്ഷവും ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം കൂടി LDFും ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ട്. നാളെ എങ്ങനെ സഭയിൽ പ്രതിപക്ഷത്തെ നേരിടാമെന്ന് സംബന്ധിച്ച് അത് നാളത്തെ സഭയിൽ കാണാം. എങ്ങനെയാണ്, ആരുടെ തന്ത്രമാണ് വിജയിക്കാൻ പോവുക എന്ന് നാളത്തെ നിയമസഭയിൽ കാണാം. ഇനി നാളത്തെ മറ്റൊരു വലിയ സംഭവ വികാസത്തിലേക്കാണ് പറഞ്ഞു വരുന്നത്. നാളെ ഒരു പ്രധാനപ്പെട്ട വിധി ദിനമാണ്. നമ്മുടെ 24നെ സംബന്ധിച്ചിടത്തോളം, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്പെഷ്യൽ ഡേ ആണ്. ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റായ 24നൊപ്പം ഉള്ള ഈ വിധി ദിനങ്ങൾ. അപ്പോൾ ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും ജനവിധി നാളെ അറിയാം. ഇരു സംസ്ഥാനങ്ങളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതെ, അനുകൂല തരംഗം ഉണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പ്. കാശ്മീരിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച പാർട്ടികൾക്കുള്ളിലെ ചർച്ചകൾക്കും ചൂട് പിടിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 6 മണി മുതൽ 24ലും തത്സമയം ജനവിധി അറിയാം. ഹരിയാനയും ജമ്മു കാശ്മീരും ആരു ഭരിക്കുമെന്ന് നാളെ അറിയാം. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മു കാശ്മീരിൽ 63% പോളിംഗും ഹരിയാനയിൽ 65% പോളിംഗുമാണ് രേഖപ്പെടുത്തിയത്. ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലത്തിനു പിന്നാലെ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി ചർച്ചയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കാണ് പ്രഥമ പരിഗണന. കുമാരി ഷെൽജിയുടെ പേരും ചർച്ചകളിലുണ്ട്. ജമ്മു കാശ്മീരിൽ തൂക്കുമന്ത്രിസഭയ്ക്കുള്ള സാധ്യതകളാണ് സർവേകൾ പറയുന്നത്. സർക്കാർ രൂപീകരിക്കുന്നതിന് കോൺഗ്രസ് NC സഖ്യത്തിന് പ്രതിസന്ധി നേരിട്ടാൽ പിന്തുണ പ്രഖ്യാപിക്കാൻ മടിക്കില്ലെന്നാണ് PDP കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. എക്സിറ്റ് പോൾ സർവേകളെ പാടെ തള്ളുന്ന BJP അവസാന ഘട്ടത്തിലും സർക്കാർ രൂപീകരിക്കുമെന്ന പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ല. ഒരു പതിറ്റാണ്ടിനു ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജമ്മു കാശ്മീർ ജനത മനസ്സിൽ കരുതിയതെന്ത്? പ്രതിഷേധങ്ങൾ അലയടിച്ച ഹരിയാന ഗോദയിൽ BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അതോ കോൺഗ്രസിന്റെ തിരിച്ചുവരവോ? തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സംഘം സർവസജ്ജം. വിനീത VG, 24 ഡൽഹി. ഇപ്പോൾ പ്രേക്ഷകർ മറക്കണ്ട, നാളെ രാവിലെ 6 മണി മുതൽ 24ന്റെ മാജിക് സ്ക്രീനിൽ ആ ഫലങ്ങൾ തത്സമയമായി ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ 24ൽ തന്നെ പ്രേക്ഷകർ തുടരുക. ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ, ഏറ്റവും കൃത്യതയോടെ, ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഫലങ്ങൾ അറിയാം. 24ന്റെ മാജിക് സ്ക്രീൻ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നമ്മുടെ ഒരു ഇലക്ഷൻ കോംബോ ടീമുണ്ടല്ലോ, അവരങ്ങനെ തന്നെ ഉണ്ടാവും. അടിപൊളിയായി നാളെ ആവേശത്തോടു കൂടി രാവിലെ 6 മണി മുതൽ നമ്മളോടൊപ്പം കൂടുക. ജനവിധി അറിഞ്ഞ് ഹരിയാനയുടെയും ജമ്മു കാശ്മീരിന്റെയും ഭാവി നിശ്ചയിച്ചിട്ട് പോയാൽ മതി എല്ലാവരും. അതെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി നടൻ സിദ്ദിഖ്. തിരുവനന്തപുരം സിറ്റി കൺട്രോൾ റൂമിൽ പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സിദ്ദിഖ് ആവർത്തിച്ചു. തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സിദ്ദിഖിന് അന്വേഷണ സംഘം കത്ത് നൽകിയിരുന്നു. 9:30 കമ്മീഷൻ ഓഫീസിലെത്തിയ സിദ്ദിഖിനെ സിറ്റി കൺട്രോൾ റൂമിലേക്ക് അയച്ചു. പിന്നാലെ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ SP മെറിൻ ജോസഫ്, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ എന്നിവർ കൺട്രോൾ റൂമിലെത്തിയാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്തത്. പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് ഇന്ന് നടന്നത്. പരാതിക്കാരിയായ നടിയെ തിരുവനന്തപുരം നിള തിയേറ്ററിലെ പ്രിവ്യൂ ഷോയിൽ മാത്രമാണ് കണ്ടതെന്നും മസ്കറ്റ് ഹോട്ടലിൽ കണ്ടില്ലെന്നും സിദ്ദിഖ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. നടിക്കെതിരായ വാട്സപ്പ് ചാറ്റുകൾ ഇന്ന് ഹാജരാക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അന്വേഷണ സംഘത്തിന് കൈമാറിയില്ല. ചോദ്യം ചെയ്യലിന് 12-ന് വീണ്ടും ഹാജരാകാൻ സിദ്ദിഖിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് രേഖകൾ ഹാജരാക്കാമെന്ന് സിദ്ദിഖ് അറിയിച്ചു. ആഴത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയില്ല. ഈ മാസം 22-ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ ഈ മാസം 15-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടൻ ജയസൂര്യയ്ക്ക് അന്വേഷണ സംഘം കത്ത് നൽകി. 24 തിരുവനന്തപുരം. അതെ, ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ മറ്റു നടപടികളും ഒക്കെ അങ്ങനെ മുറ പോലെ നടക്കുന്നുണ്ട്. എന്തായാലും സത്യം തെളിയട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കെ ശിവദാസ് പറയുന്നുണ്ട് കോൺഗ്രസ് വരും, ആകാംക്ഷ വേണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല പല എന്താ പറയാ അവകാശവാദങ്ങളുണ്ട്. പ്രതീക്ഷകളുമുണ്ട്. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, നമുക്ക് എണ്ണി തന്നെ അറിയാം. പിന്നെ
ഈ ജോണി കുറച്ച് നേരമായി രാഷ്ട്രീയ കമന്റ്സ് ഇടുകയാണ്. 24 ചാനൽ അൻവർ കൂടുതൽ വാർത്ത നൽകുന്നു എന്നൊക്കെ. അത് താങ്കൾ വാർത്ത കാണാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഗോകുൽ നാളെ പരിപാടി കിടന്നുറങ്ങൂ, പാട്ട് പാടുന്ന ആരെങ്കിലും അയക്കൂന്ന് വിൻസി പറയുന്നു. നല്ല തീരുമാനമായിരിക്കും. കാരണം പാട്ട് പാടാനറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കവിത കൊണ്ട് അതിനുള്ള എന്താ പറയുക പ്രായച്ചിത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീണ്ടും ആവർത്തിച്ച വലിയ പണിയാവും. അതുകൊണ്ടാണ് പിന്നീട് അതിന് ആ ഒരു സാഹസത്തിന് മുതിരാത്തത്. അപ്പോൾ അതെ, ജോണിയുടെ ചോദ്യമുണ്ട്, അൻവറും 24 ചാനലും തമ്മിൽ എന്താണ് ബന്ധം? ഒരു MLA, ഒരു മാധ്യമം, അത്രയല്ലോ. അതിനപ്പുറത്തേക്ക് വേറെ ബന്ധങ്ങളൊന്നും 24ഉം അൻവറും തമ്മിലില്ല. അതെ, ഈ പ്രോഗ്രാം 1 മണിക്കൂർ തന്നെ ആക്കണമെന്ന് സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്. എന്താ പാട്ട് പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആരോടാണ് എനിക്ക് മനസ്സിലായില്ല, ഗോകുലിനോടാണോ എന്നോടാണോ എന്ന്. പിന്നെ ഇപ്പം കന്നഡ കവിത പാടാൻ നന്ദു പറയുന്നുണ്ട്, അറിയോ? ഇല്ല, വരികൾ അങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ 4 വരി എങ്ങനെയോ ഓർത്ത് ഒപ്പിച്ച് പാടിയതാണ്. അപ്പൊ നമുക്ക് ഒരു പ്രേക്ഷകനിലേക്ക് പോയാലോ? അതെ, നമ്മളെ കാത്ത്, നമ്മുടെ പ്രേക്ഷകരെ കാത്ത് ഒരു പ്രേക്ഷകനുണ്ട്. എവിടെ 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 പ്രേക്ഷകൻ എവിടെ? ഗോഡ്വിൻ. ഓ ഹായ് ഗോഡ്വിൻ, ഫാമിലി ഉണ്ടല്ലോ കൂടെ, 2 കുട്ടികളെ കാണാം. 2 കുട്ടികളല്ല, ഒന്നെന്റെ ഭാര്യയാണ്. അയ്യോ, എനിക്ക് പക്ഷെ കുട്ടിയായിട്ടാ തോന്നിയത്. ഇല്ലേ, ഗോകുലിന് എങ്ങനെയല്ലേ തോന്നിയത്? അല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാൻ പക്ഷേ കമന്റ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടാണ്. ചേച്ചിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. വൈഫ് ഗോകുൽ ബായുടെ കട്ട ഫാനാണ്. 100 ന്യൂസ് ഗോകുൽ ബായുടെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. സന്തോഷം. പിന്നെ ഞങ്ങള് ഇന്ന് സ്കാൻ ചെയ്ത് വിളിക്കാൻ കാരണം എന്റെ മോളുടെ ഫേവറേറ്റ് സോങ് ആണ് പ്രവൃത്തിച്ച് പാടിയത്, കണ്ണാന്തുമ്പി. മിനിഞ്ഞാന്ന് കൂടെ അവള് സ്കൂളിൽ പോയി പാടിയതേ ഉള്ളൂ. അതെ, കൊച്ചു കുട്ടികളൊക്കെ പെട്ടെന്ന് പഠിച്ച് പാടുന്ന പാട്ടാണ് അല്ലേ? അപ്പൊ മോള് പാടുവോ പാട്ട്? മോളുടെ പേരെന്താ? മോളുടെ പേര് പറ. മൽഹ. 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 നല്ല പേരാണല്ലോ. മൽഹ പാട്ട് പാടും ഞങ്ങൾക്ക് വേണ്ടി കണ്ണാന്തുമ്പി. ഈ വരുന്ന 9-ാം തീയതി ബർത്ത്ഡേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് മൽഹ. എല്ലാവിധ ആശംസകളും. അതെ, എന്താണ് വൈഫിന്റെ പേരെന്താണ്? എന്റെ പേര് സോജി. സോജി. രണ്ടുപേരും നേഴ്സാ. അതെല്ലേ? ഓക്കെ. അപ്പോ ആതുര സേവനമാണ്. ഞാനിവിടെ വീട്ടില് 24 മാത്രമേ കാണാറുള്ളൂ കേട്ടോ, വേറെ ചാനൽ ഞാൻ വെക്കാം. സന്തോഷം. അല്ല, നാട്ടിലെവിടെയാണ് ഗോഡ്വിൻ? സ്ഥലം എവിടെയാണ്? നാട്ടിലെവിടെയാ? ഞങ്ങള് തൊടുപുഴ. രണ്ടുപേരും തൊടുപുഴക്കാരാണ്. വൈക്കം. ഓക്കെ. നാട്ടിലേക്കൊക്കെ വരാറുണ്ടോ? ഞങ്ങള് ഇയർലി വരാറുണ്ട്, നാട്ടിൽ വരാറുണ്ട്. ഇയർലി വെക്കേഷൻ ഉണ്ട്, നമുക്ക് 1 മന്ത് ഉണ്ടാവാറുണ്ട്. അപ്പൊ മൽഹ മോളോട് ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, പാട്ട് പാടോ? ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഞങ്ങൾക്ക് വേണ്ടി 2 വരി. എന്നോടിഷ്ടം കൂടാണ് നിന്നെ കൂടായില്ല നിന്നുള്ളി പൂക്കാല് കളിയാവാനേ കിളി മർത്തിവലാണം കളിയാവാനേ കിളി മർത്തിവലാണം തിത്തേ തിത്തേ വെക്കാൻ. അടിപൊളി. അടിപൊളിയായി. അതെ, ഈ പാട്ടാണ് സ്കൂളിൽ പാടിയത് അല്ലേ? അതെ. അതുകൊണ്ടാണ് ഞാൻ സ്കാൻ ചെയ്ത് വിളിച്ചേക്കാന്ന് വിചാരിച്ചേ. ഭയങ്കര ബർത്ത്ഡേക്ക് അഡ്വാൻസ് വിഷസ് നേരുന്നു. അപ്പോ ഗോഡ്വിനും സോജിക്കും എല്ലാ നന്മകളും നേരുന്നു. ഒരുപാട് സന്തോഷം. ഉറപ്പായും ആ ഫേവറേറ്റ് അങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യും. നമ്മളോടൊപ്പം തന്നെ ഈ വാർത്തായാത്ര തുടരുക. അതെ, താങ്ക്സ് ഫോർ കോളിംഗ്. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പോൾ ഗോഡ്വിനും ഫാമിലിയുമാണ് കുവൈറ്റിൽ നിന്ന് വിളിച്ചത്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന പ്രേക്ഷകർ, നമുക്ക് അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അല്ലേ? ഭയങ്കര നമ്മൾ നേരിട്ട് കാണുന്നില്ല, പക്ഷേ അവരുടെ ഒരു ആത്മബന്ധം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ വാക്കുകളിൽ. എപ്പോഴും വാർത്തകളൊക്കെ കാണുന്നത്, ബുള്ളറ്റിനുകളൊക്കെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത്ര ശ്രദ്ധയോടുകൂടിയാണ് വാർത്ത കാണുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. സ്നേഹത്തിനും കരുതലിനും ഒക്കെ ഒരുപാട് സ്നേഹം തിരിച്ചും നന്ദിയും. അന്തരിച്ച CPIM ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറി P. സുധാകരന്റെ സ്മരണാർത്ഥം കുടുംബം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡുകൾ വിതരണം ചെയ്തു. മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി, ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം എന്നിവർക്ക് പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ M. K. സാനു പുരസ്കാരങ്ങൾ നൽകി. മികച്ച പൊതുപ്രവർത്തകൻ CPIM മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, കേരളത്തിലെ ഏറ്റവും മികച്ച സംരംഭകൻ തൊഴിൽ ദാതാവ് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, മികച്ച മാധ്യമപ്രവർത്തകൻ 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം. കുടുംബ ട്രസ്റ്റാണ് അവാർഡ് ഏർപ്പെടുത്തിയത്.
മാധ്യമരംഗത്ത് മറ്റു മേഖലയിലെ പോലെ മാറ്റം വന്നുവെന്ന് ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. ഓരോരുത്തരും അവരെ മറ്റുള്ളവരെ ദുഃഖങ്ങളും മനസ്സിലാക്കി അവരുടെ സഹായിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ സമ്പത്തൊന്നും വേണ്ട, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ അവൻ എന്തെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു അംഗീകാരം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായും അവന് ഈ നല്ല ഒരു നേതാവായി സുധാരണ പോലെയുള്ള ഒരു നേതാവായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ, കായംകുളം MLA U പ്രതിഭ, P സുധാകരൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ S അജോയ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. 24 ആലപ്പുഴ. നമ്മുടെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. നാളെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഷോ ഇന്നത്തേത് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഇതിലും രസകരമായ വിശേഷങ്ങളുമായി എത്താം. അതെ, ശുഭരാത്രി. ഗുഡ് നൈറ്റ്.